അംബേദ്കർ പറഞ്ഞ പോലെ തന്നെ എന്നും അവസാനത്തെ ആളും വരിയിലുള്ള ആളും ഏറ്റവും ഉന്നത സ്ഥാനത്തിലെത്തുമ്പോഴേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നും വർക്ക് ചെയ്യുന്നത്. അവിടെ സ്ഥാനമാനങ്ങളെ എന്നെ മോഹിച്ചല്ല, എല്ലാരും എല്ലാത്തിനും കണ്ടസ്റ്റ് ചെയ്യും. നമ്മുടെ ആൾക്കാർക്ക് എപ്പോ വെൻ ദേ ആർ ഗെറ്റിംഗ് ഫസ്റ്റ്, ആ ഫസ്റ്റിൽ ലാസ്റ്റ് ആളെ എപ്പോ എത്തുന്നു അവരെ എത്തിക്കണമെങ്കിൽ നമ്മൾ ലീഡർഷിപ്പ് കൊടുക്കണം. അവിടെ വിജയം പരാജയമല്ല. അംബേദ്കറും അങ്ങനെ തന്നെയാണ് അസംബ്ലിയിൽ മത്സരിച്ചിട്ടുള്ളത്. നമ്മളപ്പോ മഹാരാഷ്ട്രയിൽ ഇത്ര സ്ട്രോങ് ആയി. ഇന്ന് ചോദിക്കും മഹാരാഷ്ട്രയിൽ നിങ്ങളെ പാർട്ടിയിൽ ആരാള? അതും ഏറ്റവും വലിയ തമാശ. ഏറ്റവും വലിയ ഇന്ത്യയിലെ ഒട്ടുക്കുള്ള പാർട്ടി, നമ്മളെ പാർട്ടി പറഞ്ഞ് ദളിത് പോയി പറഞ്ഞ പാർട്ടി പ്രശ്നം പല സ്ഥലത്തും വരും. അംബേദ്കർ ദളിതർക്ക് വേണ്ടി അല്ല, ഇവിടുത്തെ മനുഷ്യർക്ക്, താഴേക്കടയിലുള്ള മനുഷ്യർക്ക് റൂട്ട് ലെവലിനെ സ്വാതന്ത്ര്യം കൊടുക്കുക. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാനാവൂ. ആ വിദ്യാഭ്യാസം കൊടുക്കുക. അംബേദ്കറിന് ഏത് ഇതുണ്ടായിരുന്നുള്ള, ഏത് പരിഗണന കിട്ടിയിരുന്നേ? അംബേദ്കർ ഗാന്ധിജിന്റെയും എല്ലാരും കൂടെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു സംവരണം ഉണ്ടായിട്ടല്ല. ആരെ സപ്പോർട്ട് ചെയ്ത് ഏത് സർട്ടിഫിക്കറ്റില്ല ദളിതൻ എഴുതിയ ഒരാൾക്ക് കൊടുക്കാതെ അംബേദ്കർ എങ്ങനെ ആ കാലത്ത് കൊളംബിയ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു, ഈ സ്ഥാനം വന്നു. ഇന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡപ്പ് ചെയ്ത ആളെ നമ്മൾ ബഹുമാനിക്കുന്ന. ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒന്നും പറയാനില്ലാതെ ഇതുപോലെ ഇരിക്കുന്ന ഏത് പാർട്ടിയിലാണെങ്കിലും അവിടെ അംബേദ്കറിനെ സ്മരിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം മതത്തിന് ആലോചിച്ചിട്ടില്ല, മനുഷ്യന്റെ സ്ഥാനങ്ങൾ ആലോചിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾക്ക് ഈ എല്ലാരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ്, ആ മനസ്സ് തന്നെയാണ് നമ്മളെ മന്ത്രി. ഇന്ത്യയിലെ ഒരു മന്ത്രിമാരെ വീട്ടിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കയറാൻ പറ്റില്ല. യു ഹാവ് ടു റൈറ്റ് എ മെയിൽ. ഇമെയിൽ അയക്കാൻ പറ്റാത്തവൻ എന്ത് ചെയ്യും? ഫോണ് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഹിന്ദിയിൽ പറയാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? പക്ഷെ രാംദാസ് അഠാവാലയുടെ വീട്ടിൽ സഫ്തർജംഗിലവൻ എപ്പം നിങ്ങൾ ചെന്നാലും ആ ഡോർ ഓപ്പണാണ്. അദ്ദേഹം നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ രാത്രി 2 മണി വരെ ഉണ്ടെങ്കിലും അദ്ദേഹം കാണും. അടച്ചിട്ട റൂമിലല്ല കാണുക. ഇതുപോലെ ഇരിക്കുന്ന ദർബാറിന്റെ ഒരു രാജാവ് ഇരിക്കുന്ന പോലെ ജനങ്ങളെ കേൾക്കൂ. അത് RPI ആയിരിക്കില്ല, RPI ഫാൻസ് ആയിരിക്കും, BJP ആയിരിക്കും, കോൺഗ്രസ് ആയിരിക്കും. ഇവരെല്ലാം അവരെ പ്രശ്നങ്ങൾ പറയാൻ വരുന്ന ഒരു പാർട്ടി പ്രസിഡന്റിന്റെ കീഴിലാണ് നമ്മളെന്നുള്ള എനിക്കിവിടെ പറയാതെ വയ്യ. കാരണം നിങ്ങളൊക്കെ കോൺഫിഡൻസ് അതിലായിരിക്കണം. ഞാനൊക്കെ ഇവിടുന്ന് പോയി ഡൽഹിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്രയും വലിയ ശക്തി, ഇത്ര താപ്പാനകള് 5 വർഷത്തെ രാഷ്ട്രീയ അനുഭവങ്ങളെ എനിക്കുള്ളൂ പ്രവർത്തിച്ച്. പക്ഷെ രാഷ്ട്രീയം ഞാൻ ഡിപ്പാർച്ചറിലും അറൈവലിലും വീട്ടിലും നാട്ടിലും ഒക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, ആ കുടുംബത്തിൽ തന്നെ വന്നിട്ടും. പക്ഷെ ഞാൻ ശരിക്കും ഒരു രാഷ്ട്രീയ നേതാവിനെ ഫോളോ ചെയ്യണം, അംബേദ്കറെ ഫോളോ ചെയ്യണം. എന്റെ നേതാവ് രാംദാസ് അഠാവാലെ.